കോഴിക്കോട് കുറ്റ്യാടിയിൽ വീടിനുള്ളിൽ നിന്ന് 5 പാമ്പുകളെ പിടികൂടി. മീത്തല കാപ്പുമ്മൽ രമേശിന്റെ വീട്ടിൽ നിന്നാണ് പാമ്പുകളെ പിടിച്ചത്. വെള്ളിക്കട്ടൻ ഇനത്തിലുള്ള പാമ്പുകളെയാണ് പിടിച്ചത്. കുട്ടികൾ കിടന്നുറങ്ങിയ കിടക്കയിലാണ് വിഷപ്പാമ്പിനെ കണ്ടത്. പിന്നാലെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ മറ്റു മുറികളിലും പാമ്പുകളെ കണ്ടെത്തുകയായിരുന്നു. വീട്ടിൽ നിന്ന് കുട്ടി എണീറ്റപ്പം തന്നെ മോളും 1 വയസ്സുള്ളൊരു ചെറിയൊരു മോനും ഉണ്ട്. അപ്പോൾ ഒരു രണ്ടാൾ എണീച്ചപ്പോൾ വൈഫ് എണീക്കാൻ വേണ്ടി പോയപ്പോൾ അവിടുന്ന് തലേൻ്റെ അടുത്തായിട്ട് പിന്നെ ഒരു വലിയൊരു വെള്ളിക്കട്ടൻ പാമ്പിനെ അവിടുന്ന് പിടിച്ചു. അത് കഴിഞ്ഞ് ഒരു ഉച്ച സമയത്ത് വീണ്ടും വീടൊക്കെ നന്നാക്കി. ആ സമയത്ത് പിന്നെയും വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് 2 എണ്ണത്തിനെ പിന്നെയും കിട്ടി. അതിനുശേഷം പിന്നെ വീട്ടിൽ രാത്രിയായി ഒരു 7:30-8 മണീൻ്റെ ഉള്ളിൽ വീട്ടിൽ നിന്ന് ബാത്റൂമിൽ പോകേണ്ടിയിട്ട് അകത്തുള്ള ബാത്റൂമിലേക്ക് പോകുമ്പോൾ അവിടുന്ന് വീണ്ടും ഒന്നിനെ കിട്ടി. അതിനുശേഷം റൂമെല്ലാം ഒന്ന് അരിച്ചു പെറുക്കാൻ വേണ്ടി എല്ലാം ക്ലിയർ ചെയ്ത് അപ്പം പിന്നെയും വീണ്ടും ഒന്നിനെ കിട്ടി. അങ്ങനെ വീട്ടിൽ നിന്ന് 5 എണ്ണത്തിനെയാണ് ഇപ്പോൾ വെള്ളിക്കെട്ടനെ കിട്ടിയത്. അനീസ് അലി വിവരങ്ങളുമായി. അനീസ്, അപ്പോൾ വ്യാപകമായ തോതിൽ ഈ വീടുകൾക്കകത്തുനിന്ന് പാമ്പുകളെ പിടികൂടുകയോ കണ്ടെത്തുകയോ ചെയ്യുകയാണ്. ഇവിടുത്തെ വിവരങ്ങൾ എന്താണ്? തീർച്ചയായും ഇതിപ്പോൾ ഈ ചൂട് കൂടിയത് കൊണ്ട് തന്നെ തണുപ്പ് തേടിയിട്ടാണ് പാമ്പുകൾ എത്തുന്നതെന്നാണ് പറയുന്നത്. ഈ കുറ്റ്യാടിയിലെ വിഷയം അതീവ ഗുരുതരമാണ്. കാരണം കിടപ്പുമുറിയിൽ നിന്ന് ചെറിയ കുട്ടികൾ കിടക്കുന്ന ബെഡിൽ നിന്നാണ് ആദ്യം ഈ പാമ്പിനെ കാണുന്നത്. അതും നിസ്സാരമായ പാമ്പല്ല, ഉഗ്രവിഷമുള്ള വെള്ളിക്കട്ടനാണ് കണ്ടെത്തിയത്. ഇതേ തുടർന്ന് നടത്തിയ പരിശോധനകളാണ് മറ്റു റൂമുകളിലും ബാത്റൂമിലും വരാന്തയിലൊക്കെയായി പാമ്പുകളെ, അതായത് 5 പാമ്പുകളെ ഒരു ദിവസം വീട്ടിൽ നിന്ന് കണ്ടെത്തുകയാണ്. അതും ഉഗ്രവിഷമുള്ള വെള്ളിക്കട്ടനെയാണ് കണ്ടെത്തിയിട്ടുള്ളത്. ആർക്കും അപകടമുണ്ടായില്ല, കടിയേറ്റില്ല എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. എന്തായാലും ഇതിങ്ങനെ വലിയ പ്രയാസമാവുകയാണ്. ഇത് സംഭവിച്ചിട്ടുള്ളത് മീത്തല കാപ്പുമ്മൽ രമേശന്റെ വീട്ടിലാണ്. ചെറിയ കുട്ടികൾ ഉറങ്ങിക്കിടക്കുന്ന ബെഡിലാണ് ആദ്യം കണ്ടത്. അപ്പോഴും ഈ കുട്ടികൾക്ക് കടിയേറ്റില്ല എന്നതാണ് ഏറ്റവും ആശ്വാസകരമാണ്. വിഷമുള്ള പാമ്പായതുകൊണ്ട് തന്നെ വലിയ നൽകിയത്. കുറ്റ്യാടിയിൽ ഒരു വീട്ടിൽ നിന്ന് പല മുറികളിൽ നിന്നും ബാത്റൂമിന്റെ പരിസരത്തേക്കായി 5 പാമ്പുകളെ കണ്ടെത്തി. അവയെല്ലാം ഉഗ്രവിഷമുള്ളതായിരുന്നു. അതിലും അപകടമൊന്നും സംഭവിച്ചില്ല. അപ്പം നമ്മൾ വളരെ സൂക്ഷ്മത പാലിക്കേണ്ട ഒരു സമയമാണ്. നേരത്തെ അനീസ് പറഞ്ഞതുപോലെ ചൂട് കൂടിയ സമയത്ത് തണുപ്പ് തേടിയാണ് ഇഴജന്തുക്കൾ പുറത്തേക്ക് വരിക. അപ്പോൾ വീട്ടിനകത്തേക്ക് കയറുമ്പോൾ തണുപ്പ് തേടി വരികയാണ്. അപ്പോൾ നമ്മൾ വീടുകളിൽ ശരിയായിട്ട് ഒരു പരിശോധന ഉറപ്പാക്കേണ്ട സമയവും കൂടിയാണ്. മറ്റു വാർത്തകളിലേക്ക്